ഇതാണ് വിക്സ് തുളസി. അപ്പൊ ഇതിന്റെ അരിയത്തേക്ക് വരുമ്പോ തന്നെ നല്ല വിക്സിന്റെ മണമാണ്. അതുകൊണ്ടാണ് ഇതിന് വിക്സ് തുളസി എന്നുള്ള പേരുള്ളത്. പിന്നെ ഇതിന് മൗത്ത് ഫ്രഷ്നർ പ്ലാന്റും എന്ന പേരുണ്ട്. കാരണം ഇതിന്റെ ഇല വായിലിട്ട് ചവച്ചാല് വായ ദുർഗന്ധം മാറി ഫ്രഷായി കിട്ടും. ഇലകളിൽ 70% മെന്തോൾ അടങ്ങിയിട്ടുണ്ട്. ജലദോഷം, പനി, ചുമ, തലവേദന, മൂക്കടപ്പ്, തൊണ്ടയിലെ അണുബാധ, ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളു ഒരു ഗ്യാസ്ട്രൈറ്റീസ് ഒക്കെ ഉള്ളവര് വിക്സ് തുളസിയുടെ ഇല കുറച്ച് ചവച്ചരച്ച് കഴിച്ചാൽ നല്ല ആശ്വാസം കിട്ടും. കൂടാതെ 1-2 ഇല പറിച്ച് തുരുമ്മി മൂക്കിലിട്ട് മണപ്പിച്ചാൽ ജലദോഷത്തിന് നല്ല ആശ്വാസം കിട്ടും. പിന്നെ ഇതിന്റെ ഇലകൾ പറിച്ച് വെള്ളത്തിലിട്ട് ആവി പിടിക്കാൻ പറ്റും. ഇതിന്റെ ഇലയിട്ട് ചായ, കാപ്പി ഉണ്ടാക്കിയാൽ പനി, കഫക്കെട്ടോട് കൂടിയുള്ള ചുമക്ക് നല്ലതാണ്. തലവേദന ഉള്ളവര് 2-3 ഇല എടുത്ത് നെറ്റിയിൽ അരച്ചിട്ടാൽ തലവേദന മാറിക്കിട്ടും. പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മ തൈകള് ഉണ്ടാക്കണത്. ഞാനിപ്പോ ഇത് നട്ടേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചീര നടുന്ന HDP ഗ്രോ ബാഗിലാണ് നട്ടേക്കണത്. നമുക്കിത് ഉണക്കി പൊടിച്ച് അധികം ഉണ്ടായി കഴിഞ്ഞാല് ഉണക്കി പൊടിച്ച് വെച്ചാലും നമുക്കിത് യൂസ് ചെയ്യാട്ടോ. വിക്സ് തുളസി ഇല്ലാത്തപ്പോഴും യൂസ് ചെയ്യാം. അപ്പൊ എല്ലാവരും വിക്സ് തുളസിയുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും. എല്ലാവരും വീട്ടിൽ വിക്സ് തുളസിയൊക്കെ നട്ടുപിടിപ്പിക്കണം.